ഈ ലെവർകൂസൻ ടീമിനെ കുറിച്ചുണ്ടല്ലോ ഒരു ഡോക്യുമെൻ്ററി നെറ്റ്ഫ്ലിക്സോ ആമസോണോ ആരാണേലും ശരി മസ്റ്റായിട്ട് ഉണ്ടാക്കിയേ പറ്റൂ. യുവന്മാർ എന്താണ് ഈ ഹാഫ് ടൈം ടോക്സോ അഥവാ എന്താണ് ഈ സാബി അലോൺസ് ഈ ടീമിന് ഇൻസ്റ്റിൽ ചെയ്തിരിക്കുന്നത് ഈ ലാസ്റ്റ് മൂമെൻറ്റ് കംബാക്ക് നടത്താനായിട്ടാണെന്നുള്ളത് ഐ നീഡ് ടു നോ അറ്റ് ഓൾ കോസ്റ്റ്. എന്തൊക്കെ പറഞ്ഞാലും ശരി ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയേ പറ്റൂ. ഐ വിൽ പേ ഫോർ ദാറ്റ് ഓൾ ഡേ ലോങ്. എത്ര രൂപയാണെങ്കിൽ നമ്മൾ പേ ചെയ്തെടുത്തിരിക്കും. അമ്മാതിരി എന്താണ് ഇവന്മാർ ഈ ചെയ്യുന്ന ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇത് കംബാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ റയൽ മാഡ്രിഡ് കംബാക്കിങ്സ് എന്ന് നമ്മൾ പറയും. സോ ഒരു ട്രോൾ പോലെ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ യുഎഫ സൂപ്പർ കപ്പ് ഫൈനൽ റയൽ മാഡ്രിഡ് വേഴ്സസ് ലെവർകൂസൻ ആണെങ്കിൽ കംബാക്കുകളുടെ ബഹളമായിരിക്കും. ആര് കംബാക്ക് ഏറ്റവും കൂടുതൽ നടത്തുന്നതായിരിക്കും. സോ ഇപ്പോൾ ട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണാം ഈ ട്രോളിലൊക്കെ ഇറങ്ങുന്ന ടൈപ്പ് ഫോട്ടോസൊക്കെ. അത് ഇന്നലത്തെ മാച്ചിൽ പ്രോബബ്ലി ബയർ ലെവർകൂസൻ അൺബീറ്റൻ റൺ ഇന്നത്തോടെ തീർന്നു എന്ന് വീണ്ടും ഒരു തോന്നൽ വരികയാണ്. അതും ഹോമിൽ വന്ന് റോമ 2-0 ലീഡ് ചെയ്യുന്നു. അതും എന്തൊക്കെയാണ് പറയുന്നത്, അങ്ങോട്ട് ഈക്വലൈസ് ചെയ്ത് രണ്ടെണ്ണം അടിച്ച് ഈക്വലൈസ് ചെയ്യുന്നു. അതിലെ ഫസ്റ്റ് ഗോളൊക്കെ പ്രോബ്ലി ആ മാച്ചിലെ ഏറ്റവും ബെസ്റ്റ് മാൻ ഓഫ് ദ മാച്ച് ലെവൽ പെർഫോമൻസ് കൊടുത്തുകൊണ്ടിരുന്ന അവരുടെ ഗോൾ കീപ്പർ സിവില്ലർ എന്ന് പറയുന്ന ഗോൾ കീപ്പർ ചെക്കനൊക്കെ മിസ്റ്റേക്ക് വരുത്തുന്നു. സ്റ്റാനിസിച്ച് എന്താണ് പറയേണ്ടത്, ഇത് ഒരുമാതിരി ഫെയറി ടെയിൽ സ്റ്റോറിയാണ്. 17 ഗോളാണ് 90 മിനിറ്റിന് ശേഷം ഇവർ അടിച്ചിരിക്കുന്നത്. ആൻഡ് റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. 49 ഗെയിംസ് അൺബീറ്റൻ, 40 ജയം 9 ഡ്രോ. യൂറോപ്യൻ ഹിസ്റ്ററിയിലെ ബിഗ്ഗസ്റ്റ് അൺബീറ്റൻ റൺ സിൻസ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ 1963-നും 65-നും ഇടയ്ക്ക് യുസേബിയോടെ ബെൻഫിക്ക ടീം ഉണ്ടല്ലോ അവരുടെ പേരിലായിരുന്നു റെക്കോർഡ്. അതിപ്പം സാബി അലോൺസോയും സംഘവും തിരുത്തിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, വേറെ ലെവൽ പെർഫോമൻസ്. ഈ ടീം ഈ സംതിങ് എൽസ് മാൻ, സംതിങ് എൽസ്. ദിസ് ഈസ് നോട്ട് എ ജോക്ക്. ഇതൊരു ഹിസ്റ്റോറിക്കൽ സീസണാണ്. റെക്കോർഡ് ബ്രേക്കിംഗ് ഇങ്ങനെ കംബാക്സ് നടത്തുക, ഹിസ്റ്റോറിക്കൽ സീസൺ. ആൻഡ് ഇന്നത്തെ മാച്ചിൽ ബയർ ലെവർകൂസൻ പോസിറ്റീവായിട്ട് തന്നെയാണ് തുടങ്ങിയത്. ഗെയിം കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്ത ലെവർകൂസൻ ആണ്. പക്ഷേ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ 2-0 ലീഡ് എടുക്കുന്നത് റോമയാണ്. ഇന്ന് വിച്ചിനെയൊക്കെ ബെഞ്ചിലിരുത്തിയിരുന്നു. സോ മാച്ച് തുടങ്ങുന്നു. ഫസ്റ്റ് മൊമെന്റ്സ് മുതൽ തന്നെ നല്ല അറ്റാക്സ് ലെവർകൂസൻ ഇനിഷ്യേറ്റ് ചെയ്യാണ്. സാക്കയുടെ ഷോട്ട് റോമയുടെ ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു. അതിനുശേഷം 2 പോയിന്റ് ബ്ലാങ്ക് സേവുകൾ പുള്ളി നടത്തുന്നു. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കളി പുരോഗമിക്കുന്നതിനിടയിൽ അവർ ക്യാപ്റ്റനായ ഒരു പെനൽറ്റി കൺസീഡ് ചെയ്യുകയാണ്. അതാണെങ്കിൽ പാരഡൈസ് കൺവേർട്ട് ചെയ്യുന്നു, 1-0 ആക്കുന്നു. അതിനുശേഷം കണ്ടിന്യൂസ് അറ്റാക്സ് ലെവർകൂസൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ കളി മുന്നോട്ട് പോകവേ ഇവർ ഈ ഗോൾ കീപ്പർ ഉണ്ട്, റോമയുടെ ഗോൾ കീപ്പർ. പുള്ളി ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഒരു അമാനുഷിക പെർഫോമൻസ് എന്ന് പറയുന്ന പോലെ നാള് ഒറ്റയ്ക്ക് ലെവർകൂസൻ അഗേൻസ്റ്റ് ഫൈറ്റ് ചെയ്യുന്ന പോലെയൊക്കെ ചില സിറ്റുവേഷനിൽ തോന്നി. അന്യായ സേവുകൾ, 13ഓളം സേവുകളാണ് ആൾ ഇന്നലത്തെ മാച്ചിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നേടിയത്. ബ്രേക്കിന് പോകുന്നു. ബ്രേക്കിന് ശേഷം ഹോപ്പാൻ അഗേൻസ്റ്റ് 1-on-1 അറ്റ് അനദർ ഗ്രേറ്റ് സേവ് ഫ്രം സിൽവർ, റോമയുടെ ഗോൾ കീപ്പർ. പ്രൊണൗൺസിയേഷൻ കറക്റ്റാന്ന് തോന്നുന്നു. ആൻഡ് ആള് ഗെയിമിൽ അവരെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കളി മുന്നോട്ട് പോവുക. റോമയ്ക്കാണെങ്കിൽ ഒരു കോർണർ ലഭിക്കുകയാണ്. സോ ആ കോർണറിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഹോൾസക്ക് ഒരു ഹാൻഡ് ബോൾ ഇൻസിഡൻറ്റ് വരികയാണ്. റോമയ്ക്ക് സെക്കൻഡ് പെനൽറ്റി കിട്ടുകയാണ്. അതും പാരഡൈസ് തന്നെയാണ് എടുക്കുന്നത്. 2-0 എടുക്കുകയാണ്. സോ മേ ബി ഇന്നത്തോടുകൂടി ലെവർകൂസൻ്റെ അൺബീറ്റൻ റൺ തീർന്നു. സോറി ഫോർ ദ സൗണ്ട്, വെളിയൊരു മീൻകാരം പോകുന്നതാണ്. സോ ലെവർകൂസൻ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നത്തോടെ അൺബീറ്റൻ റൺ തീരും എന്നൊരു തോന്നൽ വരുന്നു. റോമ പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യും. ഈ തോന്നൽ പല മാച്ചസുകളിലും വരുന്നതാണ്. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, ഇവന്മാർ എവിടെ നിന്നാണ് ഈ പെട്ടെന്ന് ഈ ഉണരുന്നതെന്നും പറയാൻ പറ്റത്തില്ല. ആൻഡ് ഇന്നലത്തെ ഫസ്റ്റ് ഗോൾ വന്നത് നോക്കുക. ആ ഗെയിമിൽ ഉടനീളം ഏറ്റവും ഡോമിനൻ്റ് ആയി കളിച്ചുകൊണ്ടിരുന്ന നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റോമയുടെ ഗോൾ കീപ്പർ ഒരു മിസ്റ്റേക്ക് വരുത്തുകയാണ്. ആളുടെ ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കോർണറിൽ ബോൾ കൈയുടെ ഇടവഴി സ്ലിപ്പാവുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് മാൻചീനിയുടെ മോതൊക്കെ ഇടിച്ച് ഗോൾ പോസ്റ്റ് കയറുകയാണ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ കാണുമ്പോൾ ഒരു കോമഡി പോലെ തോന്നും. പക്ഷേ ഇതാണ് എവിടുന്നൊക്കെയോ ഗോൾ വരികയാണ്. സോ ലെവർകൂസൻ പുറകെ പോയതിനു ശേഷം എങ്ങനെയാണെന്ന് അറിയത്തില്ല, എങ്ങനെയാലും ഒക്കെ ഗോൾ അടിക്കുകയും തിരിച്ച് വരുമെന്നുള്ളൊരു രീതിയിലോട്ട് വരികയാണ്. അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കളി മുന്നോട്ട് പോകുന്നു. റോമ എക്സ്ട്രാ ടൈമിലോട്ട് കൊണ്ടുപോകും എന്നുള്ള തോന്നലിൽ നിന്ന് ഇപ്പം ഒരു ഗോൾ അഡ്വാൻറ്റേജ് ലെവർകൂസൻ ആവുകയാണ്. സോ ലെവർകൂസൻ കടക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ ലെവർകൂസൻ അൺബീറ്റൻ റണ്ണ് കീപ്പ് ചെയ്യണം. അവർ എന്നിട്ടും അറ്റാക്ക് ചെയ്യുകയാണ്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ദേ വാണ്ട് ദാറ്റ് അൺബീറ്റൻ റൺ എന്നുള്ളത് നമുക്ക് കാണാനും അവർ ബെഞ്ചിൽ നിന്ന് വിച്ചിനെ മറ്റുമൊക്കെ കൊണ്ടിരിക്കുകയുണ്ടായി. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവസാന മൊമെന്റ്, പ്രോബബ്ലി ലാസ്റ്റ് കിക്ക് ഓഫ് ദ മാച്ച്, 90+7 റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് കട്ട് ചെയ്യുന്നു. സ്റ്റാനിസിച്ചിൻ്റെ ഷോട്ട്, ഇറ്റ്സ് എ ഗോൾ. എന്താണ് ഇവന്മാർ ചെയ്യുന്നത് എനിക്കും അറിയത്തില്ല. ദിസ് ടീം ഈസ് സംതിങ് എൽസ്.
2-2 ഡ്രോ ആക്കുന്നു. യെസ്, കളിയിൽ ഉടനീളം ഡോമിനേറ്റ് ചെയ്തു. റൺ ഓഫ് പ്ലേക്ക് അഗേൻസ്റ്റ് റോമ 2-0 എടുക്കുന്നു. ഡാനിയൽ ഡി റോസിയുടെ ടീമിന് ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. ലെവർകൂസനെ ഹോമി വന്ന് പ്രോബബ്ലി തിരിച്ചു വരാനായിട്ട് അവർക്കൊരു പരിധി വരെ സാധിച്ചു. പക്ഷേ എന്ത് ചെയ്യാനാണ്, ദിസ് ഈസ് സാബി അലോൺസോസ് ലെവർകൂസൻ കംബാക്ക്. അവരുടെ DNA-ലോട്ട് അവർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവർ നോക്കാനായിട്ടാണെങ്കിൽ 22 വർഷങ്ങൾക്ക് ശേഷം ഒരു യൂറോപ്യൻ കോമ്പറ്റീഷൻ ഫൈനലിലോട്ട് അവർ കടന്നിരിക്കുകയാണ്. ബുണ്ടസ്ലീഗ നേടി, ജർമ്മൻ കപ്പ് ഫൈനലിലെത്തി, ഇപ്പം എന്താ യൂറോപ്പ ലീഗ് ഫൈനലിൽ എത്തിയിരിക്കുന്നു. സോ ഒരു അന്യായ സീസൺ, ട്രോഫിയിലെ സീസൺ അല്ല ബുണ്ടസ്ലീഗ അടിച്ചുകൊണ്ട് നിൽക്കും. പ്രോബ്ലി 3 ട്രോഫി ഒറ്റ അടിക്ക് ഒരു സീസൺ എന്നുള്ള ആ ഒരു ലെവർകൂസൻ്റെ ട്രോഫി ഡ്രൗട്ട് ഒഴിവാക്കി ഒരു ട്രോഫി അല്ല 3 പ്രോബ്ലി അടിക്കാനായിട്ടുള്ള എല്ലാ ചാൻസും ഈ സീസണുണ്ട്. ആൻഡ് അൺബീറ്റൻ ആയിട്ട് 49 ഗെയിംസ്, ദിസ് ഈസ് നോട്ട് എ ജോക്ക്. അൺബീറ്റൻ ആയിട്ട് 49 ഗെയിംസ് ഈസ് നോട്ട് എ ജോക്ക്. എടുത്തു പറയേണ്ട കാര്യമാണത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 0-0 ഹോമിൽ തോപ്പിച്ച് അറ്റ്ലാന്റ ഫൈനലിലോട്ട് കടന്നിരിക്കുകയാണ്. സോ ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ അറ്റ്ലാന്റ ആൻഡ് ലെവർകൂസൻ. സോ ഫൈനൽ എന്താവും നമുക്ക് കണ്ടു നോക്കാം. ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫൈനൽ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ലെവർകൂസൻ ആണ് ഫേവറേറ്റ്. ബട്ട് ഗ്യാസ്പ്രിനിൽ അറ്റ്ലാന്റ ഈസിയർ അല്ല, അവർ കുറച്ച് ടഫറായ ഒരു ഒപ്പോണന്റ് തന്നെയാണ്. സോ നിങ്ങൾക്ക് എന്താണ് ഈ ലെവർകൂസൻ ടീമിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? അവിടുന്ന് നമുക്ക് ജസ്റ്റ് ഒരു കാര്യം ഒന്ന് പറഞ്ഞേക്കാം. മറ്റൊന്നുമില്ല, ഗ്യൂഡോ റോഡ്രിഗസ് ടു ബാർസലോണ ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുകയാണ്. എല്ലാ സോഴ്സുകളിൽ നിന്ന് റിപ്പോർട്ടുകൾ പ്രകാരം ഒരു പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്തു. 2 ഇയർ പ്ലസ് 1 ഇയർ ഓപ്ഷണൽ എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. ഫ്രീ ഏജന്റ് ആയിട്ടാണ് വരുന്നത്. സോ ഗ്യൂഡോ റോഡ്രിഗസ് നമ്മുടെ ഫസ്റ്റ് ചോയ്സ് ആയിരിക്കത്തില്ല. ഹി വിൽ ബി റീപ്ലേസ്മെന്റ്. അതായത് നമ്മൾ റൊമേനെ നമ്മൾ ഒഴിവാക്കും. സോ റൊമേന് പകരം ഒരു ബെഞ്ചിൽ നിന്ന് വരാനൊരു ഓപ്ഷൻ അഥവാ യൂസ് ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷനിൽ. സോ എൻ്റെ ഒരു ഒപ്പീനിയനിൽ റൊമേനേക്കാളൊക്കെ മച്ച് ബെറ്റർ അപ്ഗ്രേഡ് ആണ്. കൂടാതെ നമ്മൾ മറ്റൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിന് വേണ്ടി നോക്കുമെന്നാണ് മിക്ക സോഴ്സുകളും കൺഫേം ചെയ്യുന്നത്. സോ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. അറ്റ്ലീസ്റ്റ് ഗ്യൂഡോ റോഡ്രിഗസിന് ഡിഫൻസീവ് മിഡ്ഫീൽഡർ സിംഗിൾ പോയിട്ട് കളിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്രോപ്പർ നമ്പർ 6 ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. സോ അതിനകത്ത് തന്നെ ഐ എം ഹാപ്പി വി ആർ സൈനിങ്ങും. ശരിയാണ്, നമ്മുടെ ഫസ്റ്റ് ചോയ്സ് ആയിരിക്കരുത്. നമ്മൾ ഫസ്റ്റ് ചോയ്സ് വേറെ ഒരാളെ നോക്കണം. ബട്ട് ഒരു ഓപ്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയറാണ്. ഓഫ് ദ ബെഞ്ച് ഇറക്കാനായിട്ടോ അല്ലെങ്കിൽ പ്രഷർ സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനോ പറ്റുന്ന ഒരു പ്ലെയറാണ്.